أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇന്നലെ നമ്മൾ തഅ്കീദിന്റെ നൂനിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം മാദിയും ഹാലും അല്ലാത്ത ഫിഅലുമായിട്ട് തഅ്കീദിന്റെ നൂന് ചേർന്ന് വരും. അത് സുക്കൂനുള്ള ഖഫീഫയായ നൂൻ, അതുപോലെ യദ്ഹബൻ, ഇദ്ഹബൻ, ലാ തദ്ഹബൻ, ലാ യദ്ഹബൻ, ലിയദ്ഹബൻ, ഇങ്ങനെയൊക്കെ വരും. അതുപോലെ മഫ്തൂഹത്തായ സഖീലയായ നൂന് വരും. യദ്ഹബന്ന, ഇദ്ഹബന്ന, ലയദ്ഹബന്ന, ലാ തദ്ഹബന്ന, ലാ യദ്ഹബന്ന, ഇങ്ങനെയൊക്കെ മുദാരി ആയ ഫിഅലിന്റെ കൂടെ മഫ്തൂഹത്തായ സഖീലത്തിന്റെ നൂന് വരും. ഇവിടെ ഇസ്നൈനിന്റെ ഫിഅലിലും ജംഅ് മുഅന്നസിന്റെ ഫിഅലിലും ഈ തഅ്കീദിന്റെ സഖീലയായ നൂനിന് കിസ്റായിരിക്കും ഉണ്ടാവുക എല്ലായ്പ്പോഴും. ഇതുപോലെ യദ്ഹബന്ന, യദ്ഹബാന്നി, അതുപോലെ യദ്ഹബ്നാന്നി എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് തഅ്കീദിന്റെ നൂനിന് കിസ്റായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഈ യദ്ഹബ്നാന്നി നൂനു നിസ്ബന്റെ കൂടെ വരുന്ന സമയത്ത് ഈ നൂനു നിസ്ബയുടെ ഇടയിലും ഈ തഅ്കീദിന്റെ നൂനിന്റെ ഇടയിലും വേർതിരിക്കാൻ വേണ്ടിയിട്ട് അലിഫ് നമ്മൾ കൊണ്ടുവരും. യദ്ഹബ്ന, യദ്ഹബ്നന്നി അങ്ങനെ പറയാതെ യദ്ഹബ്നാന്നി, അതിന് നമ്മൾ അലിഫുൽ ഫാരിഖ എന്ന് പറയും, നടുവരമ്പലിഫ് എന്ന് പറയും, മദിലലിഫ് എന്നൊക്കെ. അതുപോലെ ഖഫീഫയായ നൂന് അത് ഈ എന്തിന്റെ കൂടെ വരൂല, ഈ നൂനു നിസ്ബന്റെ കൂടെയും വരൂല, അലിഫുൽ ഇസ്നൈന്റെ കൂടെയും വരൂല. അപ്പം യദ്ഹബാൻ, അതുപോലെ യദ്ഹബ്നാൻ ഇങ്ങനെ വരൂല. കാരണം എന്താണ്? അവിടെ ഇൽത്തിഖാ ഉസ്സാക്കിനൈനി വരും. അങ്ങനെ യദ്ഹബാൻ എന്ന് പറഞ്ഞോടത്ത് അലിഫും ഈ നൂനും ഇൽത്തിഖാ ഉസ്സാക്കിനൈനി ആവും. അലിഫുൽ ഇസ്നൈനി അതിനും ഹറക്കത്തില്ല, ഈ നൂനിനും ഹറക്കത്തില്ല. രണ്ട് തലയും പാലില്ലാത്ത ആൾക്കാരൊപ്പരം പോയി കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഇതേപോലെ നമ്മളെ നാട്ടിൽ എനിക്കൊരു കട്ടച്ചങ്ങ ഉണ്ടേനി, അലി എന്നാണോ എൻ്റെ പേര്. അലിയും ഞാനും കൂടിയും ഒരുമിച്ച് ഒരു കലാശിപ്പണി സൈറ്റിലേക്ക് പോയി നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടിൽ ഞങ്ങൾ പോവാന്ന് പറഞ്ഞാൽ തന്നെ നാട്ടിൽ അങ്ങാടിയൊക്കെ ഒന്നിങ്ങനെ സൈലൻ്റ് ആവും. ആരാ പോണ? അലിനോട് ചോദിക്കണല്ല, ആരാ എൻ്റെ കൂടെ കുഞ്ഞാവും? പിന്നെ മറ്റവനൊന്നും മിണ്ടില്ല. അതുപോലെ എന്നോട് ഞാനിങ്ങനെ അങ്ങാപ്പുറത്തെ പാലത്ത് മുഖത്തിരുന്നാണ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു, നാളെ പോകണ്ടാ ഉണ്ട് ഇവിടെ ബാംഗ്ലൂർ, മംഗലാപുരം അല്ല ബാംഗ്ലൂർ ഇവിടെ ആറുളി, അവിടെ ഏതൊരു മുക്കലാണ് സ്ഥലം. ആരാ കൂടെ? ഇവിടുന്ന് പാരാളുള്ളത്, ഇവിടുന്ന് നമ്മൾ അലിയുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ മറ്റവനങ്ങനെ സ്റ്റക്കാവും. കാരണം എന്താ വെച്ചാൽ അലിയൊരു പിരാന്തനാണ്. അലി ഒരു ദിവസം അതേമാതിരി ലൈന് പൊട്ടിക്കിടക്കുന്നുണ്ട്, മഴ പെയ്ത് കണ്ടിട്ട് അതിൻ്റെ മേലെ എന്തോ വീണ് കണ്ടിട്ട് പൊട്ടിക്കെടുക്കുകയാണ് നമ്മളെ കറണ്ടിൻ്റെ ലൈന്. അതിലിങ്ങനെ നോക്കിയപ്പോൾ 2 വീണ് കിടക്കുന്നുണ്ട്. ഇതിലേതാ നെഗറ്റീവ് ഏതാ പോസിറ്റീവ് ഓനെ വെച്ചില്ല. കുറെ നേരം ആലോചിച്ചിട്ട് ഓനപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും ഒന്ന് പിടിച്ചു നോക്കി അറിയാമല്ലോ. ഒന്ന് പോയി പിടിച്ചു നോക്കി, അപ്പം അതിന് കറണ്ടില്ല. ഇങ്ങനത്തെ ഒക്കെ ഒരു പിരാന്തനാണ് ഇത്. സംഭവം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ 2 കൂടി അപ്പുറം പിടിച്ചാലേ പണിയാവുള്ളൂ. അപ്പോൾ ഒന്നുമല്ല അവൻ പിടിച്ചത്, അത് വേറൊരു സംഗതി, അതിൻ്റെ വേറൊരു വശം. പക്ഷേ അല്ല, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത കാലത്താണ് ഓന് ചെയ്യുന്നത്. അപ്പോൾ ഇത് കരിഞ്ഞു പോവും മറ്റതാണ് പിടിച്ചതെന്നുണ്ടെങ്കിൽ എന്നാണ് ഓൻ്റെ മൈൻഡുള്ളത്. എന്നാലും ഓനക്ക് ചെക്ക് ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു ഭ്രാന്താണ് അരിൻ്റെത്. 12 വയസ്സിട്ട് 13 വയസ്സിട്ട് ഡൽഹിയൊക്കെ പെരേക്കാരോട് കച്ചറ ഉണ്ടാക്കിയ നാടിട്ടൊക്കെ പോയി. 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് അങ്ങനത്തെ ഒരു സൈസാണ്. എനിക്ക് അത്ര ഭ്രാന്തില്ല. ഓനപേക്ഷിച്ച് ഞാൻ നോർമലാണ്. ഇവനും ഞാനും കൂടി ഒരു ബൈക്ക് പോവുകയെന്ന് പറഞ്ഞാൽ അത് സംഭവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആ പോക്കിൽ നടക്കും. അതിപ്പോൾ ട്രെയിനിൽ നിന്നാവാം, അവിടെ എത്തിയിട്ടാവാം, എന്തും ആവാം. അത് അങ്ങനെയാണ് അതിൻ്റെ വസ്തുത കിടക്കുന്നത്. എന്ന മാതിരിയാണ് ഈ സുക്കൂനില്ലാത്ത, ഈ ഹറക്കത്തില്ലാത്ത അലിഫും ഹറക്കത്തില്ലാത്ത ഈ 2 കൂടി ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പാടില്ല. അപ്പം യദ്ഹബാൻ പറ്റൂല, അതുപോലെ യദ്ഹബ്നാൻ അതും പറ്റൂല. കാരണം അവിടെ ഉണ്ട് മറ്റേ അലിഫുൽ ഫാരിഖ. പിന്നെ അലിഫുൽ ഫാരിഖാണ്ട് യദ്ഹബ്നൻ എന്നാക്കിയാൽ പോരെ
എന്നൊരു സംശയം. അത് പറ്റൂല, രണ്ട് നൂനപ്പുറം വരാൻ പറ്റൂല. ഈ നൂനും ആ നൂനും ഇതിന്റെ നൂനും മറ്റേ നൂനും ഒപ്പരം വരാൻ പറ്റില്ല. അത് വേറെ പ്രശ്നമാണ്. രണ്ട് പെണ്ണുങ്ങൾ ഒരേ പേരെ താമസിപ്പിക്കണ മാതിരിയാണ്. അത് വേറെ പറ്റൂല. അതിന് മധ്യസ്ഥം നിൽക്കാനാണ് ഈ അലിഫ് വന്നത്. അപ്പൊ അലിഫിന് സുക്കൂനാണ് എന്ന് വേറെ പ്രശ്നം. എന്നാ പിന്നെ വേണ്ട, ഇതിന്റെ ഹഫീഫയായ നൂന് നിസ്ബന്റെ കൂടെ വരണ്ടെന്ന് വെച്ചാൽ പ്രശ്നം കഴിഞ്ഞില്ലേ എന്ന് ഞാൻ പണ്ട് കെട്ടണില്ല എന്ന് വിചാരിച്ചെന്ന് അറിഞ്ഞില്ലേ. എന്നാ മൈരി. പിന്നെ അപ്പൊ ഇതാണ് ഇവിടുത്തെ ചർച്ച, ഇന്നലെ നമ്മൾ നടത്തിയ ചർച്ച. ഇനി ബാക്കി അടുത്ത ചർച്ചയിലേക്കാണ് പോണത്. ഇന്നലെ ഞാൻ മൊത്തത്തിൽ സർഫാക്കൊക്കെ കൊണ്ടുവരാനൊക്കെ പറഞ്ഞു, സർഫാക്കൊക്കെ തന്നൊക്കെ ചെയ്തു. അപ്പൊ ആ പണിയൊക്കെ എടുത്ത ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവും. ബഖിയത്തു നൂനൈ തഅ്കീദി അൽ ഖഫീഫത്തി വസ്സഖീലത്തി. തഅ്കീദിന്റെ ഖഫീഫയും സഖീലയുമായ നൂനിന്റെ ബാക്കി ഭാഗമാണ് 13ാമത്തെ ദർസിൽ. യുഹ്ദഫു മഅഹുമാ, ഈ തഅ്കീദിന്റെ ഖഫീഫയും സഖീലയും ആയ നൂനിന്റെ കൂടെ കളയപ്പെടും വാവു യഫ്അലൂന, യഫ്അലൂനന്റെ വാവ്, വതഫ്അലൂന, തഫ്അലൂനന്റെ വാവും. അപ്പൊ യഫ്അലുന്ന തഫ്അലുന്ന നീ പറയും, യഫ്അലന്ന യഫ്അലാനി യഫ്അലുന്ന, അതുപോലെ തഫ്അലന്ന തഫ്അലാനി തഫ്അലുന്ന ഇങ്ങനെ പറയും. വയാഉ തഫ്അലീന, തഫ്അലീനയിലെ യാഇനെയും കളയപ്പെടും, അതിന്റെ നൂനിനെയും കളയപ്പെടും. മറ്റോടത്തും അതുപോലെ തന്നെയാണ്. അവിടെ യഫ്അലൂനന്റെ അവിടുത്തെ വാവും നൂനും ഒപ്പരം പോവും, തഫ്അലൂനന്റെ അവിടുത്തെ വാവും നൂനും അങ്ങനെയും പോവും. അതുപോലെ തഫ്അലീനന്റെ അവിടുത്തെ യാഉം നൂനും സെറ്റായിട്ടാ പോവുക, കുടുംബത്തോട് കൂടാണ്ട് പോകും. എന്നിട്ട് തഖൂലു തഫ്അലിന്ന എന്ന് പറയും എന്ന്. ലിൽതിഖാഉ സാക്കിനൈൻ, രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടിയതിന് വേണ്ടി. അപ്പം യഫ്അലൂന്ന എന്ന് പറഞ്ഞ സമയത്ത് നൂന് ഏതായാലും പോയി, യഫ്അലൂന്ന എന്ന് പറയുമ്പോൾ എന്തായി? വാവും ഈ മുതഹമായ ആദ്യത്തെ നൂനുണ്ട്, തഫ്അലൂന ഇതാണല്ലോ ന ആകുന്നത്. അപ്പൊ ഇൽതിഖാഉ സാക്കിനൈൻ വന്നു. അതുപോലെ തഫ്അലീന അവിടെ അങ്ങനെ തന്നെ. ഇല്ലാ ഇദാ കാനൽ ഫിഅലു നാഖിസൻ, ഫിഅല് നാഖിസായാൽ ഒഴികെ. വംഫതഹ മാ ഖബ്ലഹുമാ, ആ നാഖിസായ ഫിഅലിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഫതഹുള്ളതും ആയാൽ ഒഴികെ. അപ്പം എന്താണ്? ഈ വാവിന്റെയും യാഇന്റെയും തൊട്ട് മുമ്പുള്ള അക്ഷരം. അപ്പൊ എന്താണ്? അപ്പൊ പിന്നെ ഈ പറഞ്ഞ മാതിരിയല്ല, വേറെ റൂട്ടിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. എങ്ങനെ? ലതഖ്ശവുന്ന എന്ന് പറഞ്ഞാൽ ലതഖ്ശവുന്ന, ലാ തഖ്ശവുന്ന, ലാ തഖ്ശയിന്ന, അതുപോലെ ലതുബ്ലവുന്ന എന്നൊക്കെ പറഞ്ഞ പോലെ. ലതറവുന്ന, ഇമ്മാ തറയിന്ന. ഇവിടൊക്കെ ഇപ്പം എന്താണ്? ഇവിടെ ഈ നമ്മളെ വാവും യാവും കളയപ്പെടുന്നില്ല. മറ്റോടത്ത് കളയപ്പെടും, ഇവിടെ കളയപ്പെടുന്നില്ല. അവിടെ എന്താ കാരണം? അവിടെ എന്താ പറയുക? ഹസിയ യഹ്ഷ, യഹ്ഷ യഹ്ഷയാനി, യഹ്ഷ യൂന എന്നുണ്ടാകുക, യഹ്ഷ യൂന. ഇത് ആരെ കളയും? യാഇനെ കളയും. യഹ്ഷ യൂന എന്നുള്ളത് യാഇന്റെ ഹറക്കത്തിനെ കളയും. അപ്പൊ എന്താ? യഹ്ഷ വുന എന്നായി, യഹ്ഷൈ വുന, യഹ്ഷൈ വുന ഇങ്ങനെയായി. യാഉം വാവുൽ ഇൽതിഖാഉ സാക്കിനൈനിയായി അല്ലേ? അപ്പൊ യാഇനെ തട്ടി, അപ്പൊ യഹ്ഷൗന എന്നായി. അങ്ങനെയാണ് ഇപ്പം അവിടെ ഉണ്ടായിരുന്ന ഇല്ലത്തിന്റെ ഹർഫായ യാഇനെ തട്ടിയിട്ടാണ്. ഇതിനാണ് നാഖിസ് എന്ന് പറയുന്നത്. അവസാനത്തെ അക്ഷരം ഇല്ലത്തിന്റെ ഹർഫുള്ള ഫിഅൽ, അതിനാണ് നാഖിസായ ഫിഅൽ എന്ന് സർഫ് പറയുന്നത്. നഹ്വിൽ വേറെയാണ്. അത് നമുക്ക് നഹ്വിനെ കുറിച്ച് പറയുമ്പോൾ പറയാം. അപ്പൊ യഹ്ഷൈവുന യഹ്ഷൗന എന്നായി മാറി അല്ലേ? ഈ അവസ്ഥയിലാണ് നമ്മൾ ആര് വരുന്നത്? നൂന് വരുന്നത്. അപ്പം എന്തായി? യഹ്ഷവുന്ന എന്നായി അല്ലേ? യഹ്ഷവുന്ന എന്നായി. അപ്പൊ ഇനി നമ്മളിവിടെ മുതഹമായ നൂനും വാവും തമ്മിൽ ഇൽതിഖാഉ സാക്കിനൈൻ എന്ന വാവിനോട് തട്ടാന്ന് പറഞ്ഞപ്പോ അപ്പൊ പിന്നെന്താ? യഹ്ഷന്ന എന്നുണ്ടാവും എന്നല്ലേ? യഹ്ഷന്ന. അപ്പൊ ഇതിന്റെ മുഫ്രദും ജംഉം ഒരേ മാതിരി. യഹ്ഷ യഹ്ഷന്ന എന്ന് വന്നു. അപ്പൊ അത് പറ്റൂല. നമ്മളെ എന്നാ പിന്നെ യാഇനെ കൊണ്ടുവരിക, യാഇനെ കൊണ്ടുവന്നാലോ യഹ്ഷയുന്ന എന്ന് പറയേണ്ടി വരും. എന്നാ പിന്നെ ഏതായാലും യാഇനെ മുമ്പേ നമ്മൾ കളഞ്ഞാലേ, ഇനിയിപ്പോൾ അതിനൊക്കെ കുളിച്ചുകൊണ്ട് വരേണ്ട മോശമല്ലേ? ഇവ ആവിനാ ലമ്മത്തിട്ടെടുത്താൽ പോരേ.
യഖ്ശവുന്ന. അതുപോലെ ലാ തഖ്ശയിന്ന, തഖ്ശയീന എന്നിന്റെ തഖ്ശയീന. അവിടെ തഖ്ശയീ യാഇന്നെ ആര് പോയി? തഖ്ശയീന തഫ്അലീന. അവിടെ ലാം ഫിഅലായ യാ പോയി. അങ്ങനെ തഖ്ശൈന. അവിടെ ഉള്ള എന്താണ്? തഖ്ശൈന. യഖ്ശ യഖ്ശയാനി, യഖ്ശൗന, തഖ്ശ തഖ്ശയാനി, യഖ്ശൈന, തഖ്ശ തഖ്ശയാനി, തഖ്ശൗന തഖ്ശൈന, തഖ്ശയീന എന്നുണ്ട്. തഖ്ശൈന എന്നാകും. എന്നെ തട്ടും. അപ്പൊ തഖ്ശൈന എന്നാകും. അപ്പോഴാണ് നമ്മളെ തെക്കീതിന്റെ നൂന് വരുന്നത്. അപ്പൊ എന്തായി? തഖ്ശയിന്ന എന്നായി. ഇനിയിപ്പോ യാഇനെ തട്ടിയാൽ തഖ്ശന്ന എന്നാവും. അപ്പൊ അത് ശരിയാവില്ലല്ലോ. അപ്പൊ നമ്മൾ ആ യാഇന് മറ്റേ ഒരു യാ ഇല്ലേനോ, അങ്ങേപ്പുറത്ത് കളയപ്പെട്ടു. ഇനി ലാം ഫിഅലായ യാ, ആ യാഇന്റെ കസ്റാണ്ട് എടുത്താണ്ട് ഇവിടെ കൊടുത്താൽ തഖ്ശയിന്ന എന്നായി. അപ്പൊ ഈ ളമീറിന്റെ യാ അവിടെ നിൽക്കലുമായി, ഇൽതിഖാ സാക്കിനെ ഇനി പോവലുമായി. ഇങ്ങനെ അതുപോലെ തന്നെയാണ് ഇമ്മ തറയിന്ന, തർഅയീന എന്നാണ് ഉണ്ടാവുക. തർഅയീന അതിനാണ് പിന്നെ തറയീന എന്നായി. തർഅയീന എന്നുള്ളിടത്ത് ഹംസനെ തട്ടി. അപ്പൊ തറയീന എന്നായി. പിന്നെ ആരെ തട്ടി? നമ്മളെ യാഇന്റെ ഹറക്കത്തിനെ തട്ടി. അപ്പൊ തറയീന എന്നായി. യാഇനെയാണ് തട്ടി. അപ്പൊ തറയിന എന്നായി. പിന്നെയാണ് അവിടെ ആര് പറഞ്ഞത്? തഅ്കീദിന്റെ നൂന് പറഞ്ഞത്. അപ്പൊ തറയിന്ന എന്നായി. ഇനി ആ യാഇനെ തട്ടല് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ യാഇനൊരു കസ്റത്ത് കൊടുത്തു. അപ്പൊ തറയിന്ന എന്നായി. ഇങ്ങനെ അതുപോലെ തറവുന്ന, അതുപോലെ തന്നെ തറയൂന. ഇങ്ങനെ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ തഖ്ശവുന്നന്റെ അവിടുത്തെ മാതിരി തന്നെ പഠി. വയുഫ്തഹു മഅഹുമാ ഐ മഅ നൂനൈ തഅ്കീദിൽ ഖഫീഫത്തി വസ്സഖീലത്തി. സഖീലത്തും ഖഫീഫത്തും ആയ രണ്ട് നൂനുകളോട് കൂടെ ഫതഹ് ചെയ്യപ്പെടും. ആഖിറുൽ ഫിഅലി, ഫിഅലിന്റെ അവസാന ഭാഗം. വലയഫ്അലന്ന ഇങ്ങനെ. ഇല്ലാ ഇദാ കാന ഫിഅലുൽ വാഹിദിൽ ഗായിബി. ഇദാ കാന ഫിഅലുൽ വാഹിദിൽ ഗായിബി വൽ ഇദാ കാനൽ ഫിഅലു ലിൽ വാഹിദിൽ ഗായിബി വൽ വാഹിദത്തിൽ ഗായിബത്തി. അങ്ങനെയാണ് നല്ലത്. ആ ഫിഅല് ആണ് എങ്കിൽ ലിൽ വാഹിദിൽ ഗായിബി, ഗായിബായ ഒരു പുരുഷന്, അതായത് ഫിഅലുൻ മുളാരിഉൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിദ്ദക്കരിൽ ഗായിബി, അതാണ് എങ്കിൽ. വൽ വാഹിദത്തിൽ ഗായിബത്തി, അതുപോലെ ഫിഅല് വാഹിദത്തുൽ ഗായിബത്തിനുള്ളത് ആണ് എങ്കിലും, അതായത് ഫിഅലുൻ മുളാരിഉൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിൽ ഉൻസൽ ഗായിബത്തി, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഫത്ഹത്ത് കൊടുക്കും. അപ്പൊ ലിയക്തുബന്ന, ലിതക്തുബന്ന എന്ന് പറയും. അവൾ ഒരു സ്ത്രീ എഴുതട്ടെ, അവൻ ഒരു പുരുഷൻ എഴുതട്ടെ, ഇങ്ങനെ പറയും അംറു ഗായിബിൽ. വയുദമ്മു ആഖിറുൽ ഫിഅലി ഫീ ജമാഅത്തി ദുഖൂർ. ജമാഅത്തു ദുഖൂറിലോ അവസാനത്തെ ഫിഅലിന്റെ അവസാനത്തിലുള്ള അക്ഷരത്തിന് വമ്മ് ചെയ്യപ്പെടും. നഹ്വുലയക്തുബുന്ന വലതക്തുബുന്ന, ഉക്തുബുന്ന എന്നൊക്കെ പറഞ്ഞതുപോലെ. വാവിനെ നമ്മൾ കളയുമല്ലോ. വാവിനെ കളയാത്തത് അപ്പോഴാണ് നാഖിസായ ഫിഅലിലാണ് നമ്മൾ വാവുൽ ജമാഅത്തിനെ കളയാതെക്കുക. അതുപോലെ യാ ഉൽ മുഖാത്തബത്തിനെ കളയാതെക്കുക. അല്ലാത്തവർക്ക് വാവുൽ ജമാഅത്തും വാവുൽ മുഖാത്തബത്തും കളയപ്പെടും. വയുക്സറു ആഖിറുൽ ഫിഅലി ഫിൽ വാഹിദത്തിൽ മുഖാത്തബത്തി. മുഖാത്തബത്തായ ഫിഅലിൽ, വാഹിദത്തുൽ മുഖാത്തബത്തിൽ, ഫിഅലുൻ മുളാരിഉൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിദ്ദക്കരിൽ ലിൽ ഉൻസൽ ഹാദിറത്തി, അവിടെ ഫിഅലിന്റെ അവസാനം കളയപ്പെടും. ലതക്തുബിന്ന, ഉക്തുബിന്ന എന്നാക്കും. അവിടെ യാഇനെ തുക്തുബീന എന്നതിനെല്ലാം ഉണ്ടായിരുന്നത്. ആ യാഇനെ കളഞ്ഞിട്ട് ആ യാഇന്റെ തൊട്ടുമുള്ള അക്ഷരത്തിന് കസ്ർ കൊടുക്കും എന്ന്. ഫതഖൂലു ഫി അംറിൽ ഗായിബി, അംറുൽ ഗായിബിൽ നീ പറയും അഖദൻ ബിൻ നൂനി സഖീലത്തി, ആ അംറുൽ ഗായിബ് തന്നെ നൂന് കൊണ്ട് തഅ്കീദിന്റെ സഖീലയായ നൂന് കൊണ്ട് തഅ്കീദ് ചെയ്യപ്പെട്ട നിലയിൽ നീ പറയും ലിയൻസുറന്ന, ലിയൻസുറാന്നി, ലിയൻസുറുന്ന. അവിടെ എന്തായി? വാവുൽ ജമാഅത്ത് പോയി. ലിയൻസുറൂന്ന എന്നുണ്ട്, വാവുൽ ജമാഅത്ത് പോയി. പിന്നെ
ലി തൻസുരിന്ന ലി തൻസുറാനി ലിയൻസുർനാനി എന്ന് പറയും. ലി തൻസുരിന്ന അവിടെ നമ്മൾ ലി തൻസുറന്ന ലി തൻസുറന്ന ലി തൻസുറാനി ലിയൻസുർനാനി ലി തൻസുറന്ന ലി തൻസുറാനി ലിയൻസുർനാനി എന്ന് പറയും. അപ്പോൾ ലിയൻസുർനാനിൻ്റെ അവിടെ നമ്മൾ ഫസ്ലിൻ്റെ അലിഫ് കൊടുത്ത് കണ്ടിട്ട് നൂനിനെ കണക്ട് ചെയ്ത് കൊടുക്കും. ഇനി അമ്ര ഹാദിറിലോ ഉൻസുറന്ന ഉൻസുറാനി ഉൻസുറുന്ന അങ്ങനെ പറയും. പിന്നെ ഉൻസുരിന്ന എന്ന് പറയും. ഉൻസുരീന്ന എന്നതിനുണ്ട് യാ ഉൽ മുഖാത്തബനെ തട്ടും. നാഖിസായ ഫിഅലാണെങ്കിൽ ഒഴിവാക്കൂല, യാ ഇനി നമ്മൾ കസ്ർ കൊടുത്താൽ അവിടെ നിലനിർത്തും. ഉൻസുരിന്ന ഉൻസുറാനി ഉൻസുർനാനി. ഇവിടെ തറയിന്ന എന്ന് പറയും. എവിടെ നാഖിസായ ഫിഅലാവും. വബിൽ ഖഫീഫത്തി ഖഫീഫയായ നൂനിനോട് ചേർക്കപ്പെട്ട നിലയിൽ ആ അമ്ര ഇബ്നെ നീ പറയും ലിയൻസുറൻ ലിയൻസുറുൻ ലിതൻസുറൻ അത്രേ ഉള്ളൂ. ലിയൻസുറൻ ലിയൻസുറൻ ലിയൻസുറുൻ എവിടെ എതിര് വരില്ല, യൻസുറാൻ വരില്ല. അതുപോലെ ലിതൻസുറൻ വരും. ലിതൻസുറാൻ ലിതൻസുർനാൻ രണ്ടും വരില്ല. ലിയൻസുർനാൻ രണ്ടും വരില്ല. ലിതൻസുറൻ ലിതൻസുറാൻ വരില്ല, ലിയൻസുർനാൻ അതും വരില്ല. അതിന്റെ കാരണമൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. ഉസാക്കിനെയാണ് പ്രശ്നം എന്നൊക്കെ. ഫി അംറിൽ ഹാദിരി അംറ ഹാദിറിൽ മുഅക്കദൻ ബിൻ നൂനി സഖീലത്തായ നൂന് കൊണ്ട് അംറ തഅക്കീദ് ചെയ്യപ്പെട്ട നിലയിൽ അംറ ഹാദിറിൽ നീ പറയും ഉൻസുറന്ന ഉൻസുറാനി ഉൻസുറുന്ന ഉൻസുരിന്ന ഉൻസുറാനി ഉൻസുർനാനി എന്ന് നീ പറയും. അബിൽ ഖഫീഫത്തി ഖഫീഫ കൊണ്ട് ഉൻസുറൻ ഉൻസുറുൻ ഉൻസുരിൻ എന്ന് നീ പറയും. അലാ ഹാദാ ഫഖിസ് നളാഇറഹു. ഇതിന്റെ മേൽ ബാക്കിയുള്ളതിന്റെ ഇതിന്റെ തുല്യമായ സംഗതികളൊക്കെ ഞാൻ ഖിയാസാക്കി കളാം. ഇനി തംരീനാണ്. മാദാ യുഹ്ദഫു മിനൽ ഫിഅലി ഹീന ഇൽഹാഖി നൂനി തഅക്കീദി ബിഹി. ഫിഅലിൽ നിന്ന് തഅക്കീദിന്റെ നൂനിനോട് ചേർക്കപ്പെടുന്ന സന്ദർഭത്തിൽ എന്തൊക്കെ കളയപ്പെടും? ഒരുപാട് സാധനങ്ങൾ കളയപ്പെടും. ആ കളയപ്പെടുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞാൽ മാഹിയ ഹറക്കത്തു നൂനി തഅക്കീദി ഫി തസ്നിയതി വ ജംഇൽ ഇനാസി. തസ്നിയയിലും ജംഉൽ ഇനാസിലും തഅക്കീദിന്റെ നൂനിന്റെ ഹറക്കത്ത് എന്താണ്? മാഹിയ ഹറക്കത്തു ആഖിറിൽ ഫിഅലി ഫിൽ മുഫ്റദിൽ ഗായിബി വൽ ഗായിബത്തി ഹീന ഇൽഹാഖി നൂനി തഅക്കീദി ബിഹി. തഅക്കീദിന്റെ നൂന് ചേർക്കപ്പെടുന്ന സന്ദർഭത്തിൽ മുഫ്റദ് ഗായിബത്തിൽ അതായത് തഫ്അലു, അതുപോലെ മുഫ്റദ് ഗായിബിൽ യഫ്അലു, അവിടെയൊക്കെ ഫിഅലിന്റെ അവസാനത്തെ അക്ഷരത്തിന്റെ ഹറക്കത്ത് എന്താണ് ഉണ്ടാകുക? മാഹിയ ഹറക്കത്തു ആഖിറിൽ ഫിഅലി മിനൽ മുഫ്റദത്തിൽ മുഖാത്തബത്തി ഹീന ഇൽഹാഖി നൂനി തഅക്കീദി ബിഹി. തഅക്കീദിന്റെ നൂന് ചേർക്കുന്ന സന്ദർഭത്തിൽ മുഫ്റദത്ത് മുഖാത്തബത്ത് അതിന്റെ അതായത് തഫ്അലീന അതിന്റെ ഫിഅലിന്റെ അവസാന ഭാഗത്തുള്ള അക്ഷരം എന്തായിരിക്കും? മാഹിയ ഹറക്കത്തു ആഖിറിൽ ഫിഅലി ലി ജമാഅത്തി ദുഖൂരി മിനൽ അംരി വൽ മുസ്തഖ്ബിലി. മുസ്തഖ്ബിലും അംറിൽ നിന്നും ഉള്ള ജമാഅത്തു ദുഖൂർ അതായത് തഫ്അലൂന വൽ ഇഫ്അലു, അവിടെ ഫിഅലിന്റെ അവസാനത്തെ അക്ഷരത്തിന്റെ ഹറക്കത്ത് എന്തായിരിക്കും ഈ തഅക്കീദിന്റെ നൂൻ ചേർന്ന് വരുന്ന സന്ദർഭത്തിൽ? അടുത്തതായിട്ട് സർഫിൽ അഫ്ആൽ അൽ ആതിയ മഅ നൂനി തഅക്കീദി സഖീലത്തി വൽ ഖഫീഫത്തി. ഇജ്ലിസ് ഇജ്ലിസന്ന ഇജ്ലിസാനി ഇജ്ലിസുന്ന ഇജ്ലിസിന്ന ഇജ്ലിസാനി ഇജ്ലിസ്നാനി ഇജ്ലിസൻ ഇജ്ലിസുൻ ഇജ്ലിസിൻ പറയുകയും വരുമോ? അങ്ങനെ ബാക്കിയുള്ളതും. അപ്പൊ രണ്ടും സഖീലന്റെ നൂനും കൊടുക്കണം, ഖഫീഫന്റെ നൂനും കൊടുക്കണം. അർത്ഥം അദാമന്റെ അർത്ഥം എന്താണ്? അദാമയുദീമു എന്നുള്ള അദീം. അദാമയുദീമു എന്താ അർത്ഥം? പതിവാക്കുക. അപ്പൊ അതേതല്ല അർത്ഥം കിട്ടിയല്ല. ഹരീക ഹാദിഹിൽ അഫ്ആൽ അൽ മുഅക്കദത ബിന്നൂനി സഖീല. സഖീലയായ നൂന് കൊണ്ട് തഅക്കീദ് ചെയ്യപ്പെട്ട ഈ ഫിഅലുകൾക്ക് ഹറക്കത്ത് ഇട്ട് കൊടുക്കണം. താഴെ കുറച്ച് ഫിഅലുകൾ കൊടുത്തിട്ടുണ്ട്, ഹറക്കത്ത് ഇട്ട് എഴുതണം. ഷഖിസ് ഫിഅൽ അൽ അഫ്ആലി സിയഗ അൽ അഫ്ആലി അൽ മുഅക്കദത ഫിൽ ആയാത്തിൽ മദ്കൂറത്തി വബയ്യിൻ നൗഅ തഅക്കീദ് ഫീഹാ. താഴെ കുറച്ച് ഖുർആൻ ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഖുർആൻ ആയത്തുകളിൽ നിന്ന് തഅക്കീദിന്റെ നൂന്
വന്ന ഫിഅലുകൾ അത് പ്രത്യേകം അടയാളപ്പെടുത്തണം. എന്നിട്ട് ആ ഫിഅലുകളിൽ ഏത് തൗക്കീദിന്റെ നൂനാ വന്നത് എന്നാവും പറയണം. ലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. ലാ തഹ്സബന്ന, തീർച്ചയായിട്ടും നീ കരുതിപ്പോണ്ട, അള്ളാഹുവിനെ കുറിച്ച് നീ ഒരു വിധത്തിലും കരുതിപ്പോണ്ട, ഗാഫിലൻ, അവൻ ഗാഫിലാണ് എന്ന്, അശ്രദ്ധനാണ് എന്ന്, അമ്മാ യഅമലു ളാലിമൂൻ, അക്രമികളായ ആളുകൾ പ്രവർത്തിക്കുന്ന ഒന്നിനെ തൊട്ട് അവൻ അശ്രദ്ധനാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് ഒരു നിലക്കും കരുതിപ്പോണ്ട എന്ന്. ആ ഒരു നിലക്കും ഒരു വിധത്തിലും കരുതിപ്പോണ്ട, ഉറപ്പായിട്ടും കരുതിപ്പോണ്ട എന്നുള്ള അർത്ഥം മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മളെങ്ങനെ ആക്കും. ഓക്കെ, അപ്പൊ അവിടെ 14 ഇവിടെ നമ്മൾ എപ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിനെയാണ് സൂക്ഷിക്കേണ്ടത്. ഞാനിപ്പോൾ നിങ്ങളെ ഏൽപ്പിച്ച് കണ്ടിട്ട് ഇവിടെ നിന്ന് പോകും, ഞാനില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എന്തും കാട്ടാം. നമ്മൾ 4 ആൾക്കാരുടെ സെറ്റായി കഴിഞ്ഞാൽ എന്തും ചെയ്യാം അല്ലേ? പക്ഷേ ലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ തഅമലൂൻ. ഞാൻ അറിയില്ല, ശരിയാണ്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഞാൻ അറിയില്ല. ഞാൻ അറിയും എങ്ങനെ? ഞാനാണ്ട് വരുന്ന സമയത്ത് എനിക്ക് സ്മെല്ല് കിട്ടിയാൽ മനസ്സിലാവും അവിടെ എന്താ സംഭവിച്ചത്. ഞാൻ സ്മെല്ലിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇവിടെ ഇങ്ങോട്ടാണ് കയറി വരുമ്പോൾ ഇവിടുത്തെ സ്മെല്ല് വ്യത്യാസപ്പെട്ടാൽ ഞാനത് നോട്ട് ചെയ്യും. എന്താ അവിടുത്തെ സ്മെല്ല് മാറിയിട്ടുണ്ടല്ലോ, സാധാരണ ഉള്ളൊരു സ്മെല്ലല്ലല്ലോ എന്നിവിടെ ഉള്ളത്. അവിടെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും ഒരു സംഗതി ഡിസോർഡറായി കിടക്കണമെന്നുണ്ടെങ്കിൽ അതിമെന്ന് നിങ്ങളാരും ശ്രദ്ധിക്കാത്തൊരു സംഗതിയാവും. ഞാൻ നിവർത്തി വെച്ച് പോയൊരു സംഗതി ഇങ്ങനെ കിടക്കണുണ്ടാൽ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഒരു ചെറിയ സ്ഥാനചലന പോലും ഞാൻ എൻ്റെ മെമ്മറിയിൽ കത്തും. അത് ഞാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എൻ്റെ പോക്കും വരവും കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനതൊന്നും ശ്രദ്ധിക്കണില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. എന്താ വെച്ചാൽ ഞാൻ മൈന്യൂട്ടായ കാര്യങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുക്കും. ഞാൻ ചോദിക്കൂല. അതുകൊണ്ടല്ല, മുമ്പ് ഞാനൊരു കോളേജിൽ നിന്നിരുന്നു. അവിടെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര കോലാഹലം നടക്കുന്നുണ്ട്. എന്തേനി ആളുകൾ വിചാരിച്ചിരുന്നത് ഞാനതൊന്നും അറിയണില്ല എന്നാണ്. ഞാനുമായിട്ട് ബന്ധപ്പെട്ട കോലാഹലങ്ങളൊന്നും ഞാൻ അറിയണില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാനതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നു. ഒരൊറ്റ മനുഷ്യനോട് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. ഒരു മഖ്ലൂഖിനോട് ഞാൻ അവിടെ നടന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടാണ് അവിടെ എന്ന് തോന്നിയ ദിവസം ആണ് ഞാൻ അവിടെ നിങ്ങോട്ട് കയറുന്നത്. ഇനി ഇവിടെ നിന്നാൽ ബുദ്ധിമുട്ടാവും. അതെന്താണ്, ഞാൻ സാധാരണ ആളുകൾ ശ്രദ്ധിക്കുന്നതല്ല ഞാൻ ശ്രദ്ധിക്കുക, സാധാരണ ആളുകൾ ശ്രദ്ധിക്കാത്തതാണ് ഞാൻ ശ്രദ്ധിക്കുക. അത് വേറെ വിഷയം. എന്നിരുന്നാലും എന്നെ പറ്റിക്കാൻ പറ്റും. പക്ഷേ ലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ തഅമലൂൻ. അള്ളാഹു ഗാഫിലാണെന്ന് വിചാരിക്കേണ്ട. അള്ളാഹുവിൻ്റെ മസ്ജിദാണ്. സലഫികളായ ആളുകൾ അവർ അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി നിയ്യത്ത് വെച്ച് ചെയ്തതാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ. അത് ദുരുപയോഗം ചെയ്താൽ അള്ളാഹു ഗാഫിലാണെന്ന് വിചാരിക്കേണ്ട. അള്ളാഹു തആലാൻ്റെ അടുത്ത് 2 ശിക്ഷ ഉണ്ടാവും. ഒന്ന് ആ തെറ്റ് ചെയ്ത ശിക്ഷ, ഒന്ന് സലഫികളായ വ്യക്തികളെ അവരെ കബളിപ്പിച്ച ശിക്ഷ, മുഅ്മിനീങ്ങളെ കബളിപ്പിച്ച ശിക്ഷ. അപ്പോൾ അത് വലിയ കുറ്റാണ്. ഈ സൂര്യനിൽ നിന്നും നേരിട്ടുള്ള പ്രകാശം അതെനിക്ക് നട്ടുച്ച വെയിലത്ത് പോയി നിന്ന് കൊള്ളാം, വല്ലാതാണ്ട് പ്രശ്നം വരില്ല. പക്ഷെ നട്ടുച്ച വെയിലത്ത് ഈ ഒരു ടാറിട്ട റോട്ടുമ്മൽ ചെരുപ്പിടാക്കുമോ? നിൽക്കാൻ കഴിയില്ല. ആ സൂര്യൻ്റെ പ്രകാശം ഏറ്റ് ചൂടായ ആ റോഡിൻ്റെ ചൂട് എനിക്ക് താങ്ങാൻ കഴിയില്ല. പക്ഷെ സൂര്യൻ്റെ ചൂട് എനിക്ക് താങ്ങാൻ കഴിയും. ഇതുപോലെയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ, അവരെ ഉപദ്രവിച്ചാൽ, അവരെ കബളിപ്പിച്ചാൽ, അവരെ എന്തെങ്കിലും നിലക്ക് ദുൽമ് കാണിച്ചാൽ അവിടെ അള്ളാഹു പ്രതികരിക്കുന്നത് ഈ രൂപത്തിലാണ്. ടാറിട്ട റോട്ടുമത്തെ ചൂട് പോലെയാണ്. അവിടുന്ന് അള്ളാഹു തആലാന്റെ ശിക്ഷ വരിക. മനസ്സിലായില്ല? താങ്ങാൻ കഴിയില്ല. മറിച്ച് അള്ളാഹു ഇജ് മാത്രം ബന്ധപ്പെടുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവും.
വേറെ മറ്റൊരാളെ കബളിപ്പിക്കലൊന്നും വരുന്നില്ല. എൻ്റെ മാസിയത്ത്, എൻ്റെ ഷഹ്സിയായ മാസിയത്താണ്. അത് മറ്റൊരാളെ കബളിപ്പിക്കലോ മറ്റൊരാളെ ഉപദ്രവിക്കലോ ഒന്നും ഇതിൽ വരുന്നില്ല. എങ്കിൽ അതൊരു പക്ഷേ ഒരു തൗബ കൊണ്ട്, ഒരു ഇസ്തിഗ്ഫാർ കൊണ്ട് ഒക്കെ അല്ലാഹു തആല പുറത്തു നിന്നേക്കാം. മറ്റതങ്ങനല്ല. ആ ആളുകളോട് പൊരുത്തപ്പെടിക്കണ്ടേ? നിങ്ങളോട് ഞാൻ ഇങ്ങനൊരു ഗുൽമ ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത് വലിയ അപകടമുള്ളൊരു സംഗതിയാണ്. നല്ലോണം ശ്രദ്ധിക്കണം. തെറ്റുകൾ വരിക എന്നുള്ളത് അത് അവനവനേറ്റ് ബന്ധപ്പെട്ട തെറ്റുകളിലേക്ക്, അവനവൻ്റെ സ്വകാര്യമായ തെറ്റുകൾ വരിക എന്നുള്ളത് അങ്ങനെ വരിക. മറ്റൊരാളെലേക്ക് നിങ്ങളുടെ തെറ്റിൻ്റെ അപകടം തഅദിയത്ത് ചെയ്യാതെ നോക്കുക. ദുൽമ്, മഅസിയത്ത് തന്നെ ദുൽമാവാതെ നോക്കുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ദുൽമായാൽ ഞാൻ പിന്നെ മറ്റൊരാളോട് പൊരുത്തപ്പെടിക്കണം, ബുദ്ധിമുട്ടാണ്. അത് വലിയ ദോഷം ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം. നേരെ മറിച്ച് ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ മദ്യപിച്ചു, എൻ്റെ സ്വന്തം പൈസ ഞാനതെടുത്ത് കള്ളുടിച്ചു, അതിന് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറൊരാളോട് ഇനിയിപ്പോൾ അതിന് പൊരുത്തപ്പെടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്താൽ മതി. മറ്റൊരാളിലേക്ക് വിട്ടുകിടക്കുന്ന ഇതല്ല. ഞാൻ മറ്റൊരാളുടെ സമ്പത്ത് മോഷ്ടിച്ചു, മോഷണം നടത്തി, അത് പിന്നെ എനിക്ക് അയാളോട് പൊരുത്തപ്പെടിക്കണ്ടേ? അയാൾക്ക് ആ പൈസ തിരിച്ചു കൊടുക്കണം, അല്ലാതെ തൗബ കിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും തെറ്റുകൾ ചെയ്യാതെ ഒരു മനുഷ്യനുണ്ടാവില്ല. അപ്പോൾ തെറ്റുകളിൽ നിന്ന് മാക്സിമം സൂക്ഷിച്ചു നിൽക്കണം. അഥവാ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ തെറ്റ് നമ്മളിൽ ഒതുങ്ങി നിൽക്കണം. അതിൻ്റെ പ്രതിഫലനം മറ്റൊരാളിലേക്ക് പോകാൻ പാടില്ല. മനസ്സിലായില്ലേ? അത്രയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അതിനെ തഖ്വയാണ്. തഖ്വയിൽ ഏറ്റവും താഴ്ന്ന സ്റ്റെപ്പിൽ നിൽക്കുന്ന സാധനം ആണ്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.